നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒരാൾക്ക് വേണ്ടി മാത്രമാണ് പാർട്ടി പദവിയിലെ പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതെന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പാർട്ടിയുടെ നേതൃരംഗത്തേക്ക് വരുന്നത് കൂടുതലും യുവാക്കളാണ്. അവരെ കൂടി പരിഗണിച്ചാണ് CPMന്റെ നയമെന്നാണ് കണ്ണൂർ അരോളിയിലെ വീട്ടിൽ വെച്ച് EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ നായങ്കയുടെയും ഒക്കെ കാലം കഴിഞ്ഞു. അവരൊക്കെ ഇനി ജയിലിൽ പോവുകയാണ് വേണ്ടത്. ഇനി അവർ തിരിച്ചെത്തി വീണ്ടും മാഫിയ സംഘമായാൽ ജനങ്ങൾ അവരെ നേരിടുമെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വ്യക്തമാക്കി. ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 13,000 രൂപ വരെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇതിൽ 9,400 രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ബാക്കി മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. ഇൻസെന്റീവ് ഇനത്തിൽ 100 കോടി രൂപയോളമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര സർക്കാർ നൽകാനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി വയനാട് തുരങ്ക നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി 25 ഇന വ്യവസ്ഥകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ അതീവ ശ്രദ്ധയോടുകൂടി വേണം ഉരുൾപൊട്ടൽ പ്രദേശത്തെ തുരങ്ക നിർമ്മാണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി NIA പിടിയിൽ. മലപ്പുറം സ്വദേശിയായ സാബുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. 34ാം പ്രതിയാണ് ഇയാൾ. കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. UAE കടന്ന ഇയാൾക്ക് NIA 2020 ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഒരു സമുദായ നേതാവായി മാത്രമാണ് അയ്യങ്കാളിയെ കേരളം കാണുന്നത്. ഹൈന്ദവ സമുദായത്തിന്റെ മുഴുവൻ നേതാവാണ് അദ്ദേഹമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ഹിന്ദു ഐക്യവേദിയുടെ ആസ്ഥാന മന്ദിരത്തിന് അയ്യങ്കാളിയുടെ പേരിടാനുള്ള തീരുമാനത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് SDPI ദേശീയ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി ഫൈസിയെ ED അറസ്റ്റ് ചെയ്തു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് ED അറിയിച്ചത്. നേരത്തെ തന്നെ ED ഫൈസിക്ക് സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ചിനെ രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. റാഗിംഗുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് പ്രത്യേക ബെഞ്ചിനെ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റിയായ കെൽസിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. മഹാരാഷ്ട്ര ഭക്ഷ്യമന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവെച്ചു. സർപഞ്ച് ദേശ്മുഖ് കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് രാജിവെച്ചത്. ധനഞ്ജയ് മുണ്ഡെയുടെ രാജിക്കത്ത് ഗവർണർക്ക് അയച്ചു കൊടുത്തതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ മന്ത്രിയുടെ അറിവുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ധനഞ്ജയ് മുണ്ഡെയെ വിളിച്ച് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. രഞ്ജി ട്രോഫി ഫൈനലിന് ശേഷം കേരളത്തിൽ വന്നിറങ്ങിയ താരങ്ങൾക്ക് വൻ വരവേൽപ്പ് നൽകി നാട്. ഫൈനൽ കിരീടം നഷ്ടമായെങ്കിലും ജയ് വിളിച്ചും സെൽഫി എടുത്തും താരങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ് ആരാധകർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ടീമിന് ഗംഭീര സ്വീകരണം നൽകിയത്. ഫൈനൽ മത്സരത്തിൽ വിദർഭയ്ക്കെതിരെ കേരളം 37 റൺസ് ലീഡ് വഴങ്ങിയിരുന്നു. ഇതാണ് കിരീടം നഷ്ടത്തിന് നിർണായകമായത്. 1ാം ഇന്നിംഗ്സിലെ ലീഡിന്റെ ബലത്തിലാണ് വിദർഭ 3ാം രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയത്.